സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ കൺസേൺ വിത്ത് ദ പ്രാക്ടീസ് ഓഫ് പെയ്ഡ് ന്യൂസ്? പെയ്ഡ് ന്യൂസ് സമ്പ്രദായത്തിലെ പ്രധാന ആശങ്ക എന്താണ്? ആൻസർ, വാർത്തായിടമോ പ്രക്ഷേപണ സമയമോ എഡിറ്റോറിയൽ ഉള്ളടക്കമായി രഹസ്യമായി വിറ്റ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി പത്രപ്രവർത്തനത്തിൻ്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും തകർക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രധാന ആശങ്ക. അടുത്ത 17ാമത്തെ ചോദ്യം, ഹൗ ഹാസ് ദ 24 hours ന്യൂസ് സൈക്കിൾ ഇമ്പാക്റ്റഡ് ജേർണലിസം? 24 മണിക്കൂർ ന്യൂസ് സൈക്കിൾ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു, പത്രപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു? ആൻസർ, ഇത് തത്സമയ വാർത്തകൾക്കായുള്ള നിരന്തരമായ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും സെൻസേഷണലിസത്തിലേക്കും, അതായത് കോലാഹലങ്ങൾ ഉണ്ടാക്കലിലേക്കും, തിടുക്കത്തിലുള്ള റിപ്പോർട്ടിങ്ങിലേക്കും, ആഴത്തിലുള്ള വസ്തുതാ പരിശോധനയുടെ കുറവിലേക്കും നയിക്കുന്നു. 18ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ റിപ്പോർട്ടിംഗ് ഇൻ ജേർണലിസം? മൊബൈൽ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, ലളിതവും കൊണ്ടു നടക്കാൻ എളുപ്പമുള്ളതുമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്നോ ബുദ്ധിമുട്ടേറിയ ഇടങ്ങളിൽ നിന്നോ വേഗത്തിൽ വാർത്തകൾ ശേഖരിക്കാനും തത്സമയം സംപ്രേഷണം ചെയ്യാനും ഇത് മാധ്യമപ്രവർത്തകരെ പ്രാപ്തരാക്കുന്നു. ഇത് വേഗതയും കാര്യക്ഷമതയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. 19ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് 2 skills that are essential for a news reporter. ഒരു വാർത്താ റിപ്പോർട്ടർക്ക് അത്യാവശ്യമായ 2 കഴിവുകൾ വിവരിക്കുക. ആൻസർ, വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ശക്തമായ അന്വേഷണാത്മകതയും വിശകലന ബുദ്ധിയും വാർത്തകൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനുള്ള മികച്ച ആശയവിനിമയ വൈദഗ്ധ്യവും അത്യന്താപേക്ഷിതമാണ്. അടുത്തത് 20ാമത്തെ ചോദ്യം, ഹൗ ഹാസ് യൂട്യൂബ് ഇമ്പാക്റ്റഡ് കണ്ടന്റ് കൺസപ്ഷൻ ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു സഞ്ജയ് ഗുപ്ത? സഞ്ജയ് ഗുപ്തയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഉള്ളടക്ക ഉപഭോഗത്തെ യൂട്യൂബ് എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ സഞ്ജയ് ഗുപ്ത എന്ന് പറയുന്നത് ഗൂഗിൾ ഇന്ത്യയുടെ കൺട്രി ഹെഡുമാണ്, വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉള്ളടക്ക ഉപഭോഗത്തെ യൂട്യൂബ് കൂടുതൽ ജനകീയമാക്കിയിട്ടുണ്ട്. പ്രാദേശികം സ്വാതന്ത്ര്യമായ സൃഷ്ടാക്കളെ മുഖ്യധാര മാധ്യമ ശബ്ദങ്ങളാക്കി മാറ്റാനും ഇന്ത്യയിലുടനീളം നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ വലിയ തോതിലുള്ള വീഡിയോ ഉപഭോഗം ഡ്രൈവ് ചെയ്യാനും ഇതിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് സഞ്ജയ് ഗുപ്തയുടെ കാഴ്ചപ്പാട്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് എത്തിക്കൽ കൺസേൺസ് ആർ അസോസിയേഷൻ വിത്ത് സ്റ്റിംഗ് ഓപ്പറേഷൻ ഇൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലെ സ്റ്റിംഗ് ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട ധാർമ്മിക ആശങ്കകൾ എന്തൊക്കെയാണ്? ആൻസർ, വഞ്ചനയുടെ ഉപയോഗം, വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, നിയമവിരുദ്ധമോ അനീതിപരമോ ആയ പ്രവൃത്തികൾ ചെയ്യാൻ മാധ്യമപ്രവർത്തകർ വ്യക്തികളെ ബോധപൂർവം പ്രേരിപ്പിക്കുന്ന സാഹചര്യം എന്നിവയാണ് പ്രധാന ആശങ്കകൾ. എൻട്രാപ്മെൻറ്റ്. അടുത്ത 22ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 2 main types ഓഫ് കൺസെപ്റ്റ് ഓഫ് കോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കോടതി ലക്ഷ്യത്തിൻ്റെ 2 പ്രധാന തരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ, 1971 കോടതി ലക്ഷ്യ നിയമപ്രകാരം സിവിൽ കോടതി ലക്ഷ്യം, കോടതി ഉത്തരവോ വീഡിയോ മനഃപൂർവ്വം ധിക്കരിക്കൽ. കോടതി ഉത്തരവോ വിധിയോ മനഃപൂർവ്വം ധിക്കരിക്കലാണ് എന്താണ് സിവിൽ കോടതി ലക്ഷ്യം. ഇനി ക്രിമിനൽ കോടതി ലക്ഷ്യമുണ്ട്. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്നതോ നീതിന്യായ വ്യവസ്ഥയെ തടസ്സപ്പെടുന്നതോ ആയ പ്രസിദ്ധീകരണങ്ങളോ പ്രവൃത്തികളോ എന്നിവയാണ് 2 പ്രധാന തരങ്ങൾ. അപ്പം 2 പ്രധാന തരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സിവിൽ കോടതി ലക്ഷ്യവും, രണ്ടാമത്തത് ക്രിമിനൽ കോടതി ലക്ഷ്യവും. അപ്പം 2 എന്താണെന്ന് പറഞ്ഞു. ഇനി 23ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നരേറ്റീവ് ലീഡ്?
ആഖ്യാന ലീഡ് എന്ന നരേറ്റീവ് ലീഡ് ഉദ്ദേശം എന്താണ്? ആൻസർ: പ്രധാന വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വായനക്കാരൻ്റെ താല്പര്യം ആകർഷിക്കാനും മാനസികാവസ്ഥ രൂപപ്പെടുത്താനും ഒരു കഥയോ ലഘുവിവരണമോ രംഗത്തോ ഉപയോഗിക്കുന്നതിനെയാണ് ആഖ്യാന ലീഡ് എന്ന് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ 2 മെയിൻ പർപ്പസസ് ഓഫ് ബ്ലർബ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്? പത്രത്തിലെ ബ്ലർബുകളുടെ 2 പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഒരു വാർത്തയുടെ പ്രധാന ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും മുഴുവൻ ലേഖനവും വായിക്കണോ എന്ന് വേഗത്തിൽ തീരുമാനിക്കാൻ വായനക്കാരെ സഹായിക്കുന്ന ചെറിയൊരു സംഗ്രഹം നൽകാനുമാണ് ബ്ലർബുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത 25ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ന്യൂസ് പേപ്പർ ലേ ഔട്ട്സ്? സ്റ്റാറ്റിക്, ഡൈനാമിക് പത്ര ലേ ഔട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ: പരമ്പരാഗതവും മുൻകൂട്ടി നിശ്ചയിച്ചതുമായ ഗ്രിഡ് വിന്യാസങ്ങളും നിശ്ചിത കോളം ഘടനകളും ഉപയോഗിക്കുന്നതാണ് സ്റ്റാറ്റിക് ലേ ഔട്ട്സ്. എന്നാൽ കാഴ്ചയിൽ ഊർജ്ജസ്വലത നൽകുന്ന വ്യത്യസ്ത ഭാരങ്ങൾ, അസമമായ ഡിസൈനുകൾ, അസിമെട്രിക് ഡിസൈൻസ്, വഴക്കമുള്ള ഘടകങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഡൈനാമിക് ലേ ഔട്ട്സ്. ഇതോടെ നമ്മൾ സെക്ഷൻ ബിയിലെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഡിസ്കസ് കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.